പ്രൈസ് ലോർഡ്. ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വരുന്ന എല്ലാ ദൈവകൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം കേൾപ്പാനും ആ വചനത്തിനൊത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവം നമുക്ക് നൽകി തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. എന്നാൽ കർത്താവ് ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തിൽ പകരുന്നത് ഭക്ഷണത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിലുള്ള ദാഹവുമല്ല, എൻ്റെ വചനത്തിനോടൊരു വലിയ ദാഹത്തെ കർത്താവ് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ ആഗ്രഹത്തെ കർത്താവ് അയക്കുമ്പോൾ പോലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ആ കർത്താവ് അയക്കുന്ന ആ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കത്തുള്ളൂ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് കർത്താവ് തൃപ്തിപ്പെടുത്തുന്നത്. നമ്മളുടെ ഹൃദയത്തിൽ ആ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും ദൈവവഴി നടപ്പാനും മനസ്സ് പുതുക്കുവാനും നമ്മളിലുള്ള കുറവുകളെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി തരുമ്പോൾ ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ക്രിസ്തുവിൽ വളരുവാനായിട്ട് തുടങ്ങും. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരുവിനെയും ഞാൻ തള്ളിക്കളയത്തില്ല. കർത്താവ് പറഞ്ഞു, എന്നോട് അടുത്ത് വരിക, ഞാനും നിന്നോട് അടുത്ത് വരാം. കർത്താവിനോട് അടുത്ത് വരുമ്പോഴുള്ള പ്രശ്നം എന്തുവാ? കർത്താവിനോട് അടുത്ത് വരുമ്പോൾ കർത്താവ് വെളിച്ചമാണ്, കർത്താവ് വിശുദ്ധനാണ്, കർത്താവ് തേജസ്സിൽ വസിക്കുന്നവനാണ്. കർത്താവിനോട് അടുത്ത് വരുംതോറും നമ്മളിലുള്ള ഇരുട്ട് മാറിപ്പോകും. ഇരുട്ട് മാറിപ്പോകത്തക്കവണ്ണം നമ്മളിലുള്ള ഇരുട്ടിനെ ദൈവം വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെടുത്തുമ്പോഴാണ് പലരും കർത്താവിലേക്ക് വരാതെ അകന്നകന്നു പോകുന്നത്. കാരണം ഈ ഇരുട്ട് എന്ന് പറയുന്നത് നമ്മുടെ പല ഇഷ്ടങ്ങളാണ്. നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇഷ്ടങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടം തമ്മിൽ ചേർന്ന് പോകത്തില്ല. ദൈവേഷ്ടം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് ഈ ലോകത്തിൻ്റെ നൈമിഷിക സുഖങ്ങളോടുള്ള താല്പര്യം മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അത് നമ്മളെ നിലനിൽക്കുന്ന നിത്യതയിലാക്കി ജീവിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ജ്ഞാനമുള്ളൊരു വ്യക്തി ഇത് തിരിച്ചറിഞ്ഞിട്ട്, എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഹൃദയപൂർവ്വം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടായാൽ അത് കാണുന്ന കർത്താവ് ആ വ്യക്തിയെ സഹായിക്കും. മാത്രമല്ല, നമ്മൾ ഈ മറഞ്ഞു കിടക്കുന്ന എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും, ഏത് മുറുകെ പറ്റുന്ന പാപങ്ങളാണെങ്കിലും, എത്ര വലിയ ഭാരങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊക്കെ ശ്രമിച്ചിട്ട് പലരും പറഞ്ഞു ഞാൻ ഒത്തിരി ശ്രമിച്ചു, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന വിഷയങ്ങളാണെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അതെല്ലാം കർത്താവ് നീക്കി കളഞ്ഞിരിക്കും. കാരണം അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവം ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്, വിശ്വസ്തനാണ്. നമ്മുടെ സാഹചര്യങ്ങളെ കണ്ടോ, നമ്മുടെ അവസ്ഥകളെ കണ്ടോ നമ്മൾ പേടിക്കണ്ട. പലരും നമ്മളിലേക്കാണ് നോക്കും. നമ്മളിലേക്കല്ല നോക്കേണ്ടത്, കർത്താവിലേക്കാണ് നോക്കേണ്ടത്. കർത്താവിലേക്ക് നോക്കണം, നമ്മളിലുള്ള കുറവുകളെ കാണണം, കുറവുകളെ ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. അങ്ങനെ വരുന്നൊരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പോൾ ഈ ഒരു ബോധ്യമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകണം. കാരണം വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അമ്മയപ്പന്മാരനുസരിക്കാത്തവരും ദൂഷകന്മാരും ഉഗ്രന്മാരും ദോഷികളും ഒക്കെ അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, ആർക്കും ആരെയും ഭയമില്ല, ആർക്കും ഒരു നല്ല യഥാർത്ഥത്തിലുള്ള സ്നേഹമില്ല. എല്ലാവരും ഏറി പങ്ക ആളുകളും പൊയ്മുഖമായിട്ട് നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവ് നമ്മളെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവാണ് നമ്മളെ ദൈവവചനം പറഞ്ഞോളൂ, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. പ്രിയമുള്ളവർ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയെന്ന് പറയുന്നത്, പ്രിയമുള്ളവർ, അതിൻ്റെ ആ ഒരു ബോധ്യം ഉണ്ടാകരുത്. മറ്റെന്തിലും നിങ്ങൾ അലർട്ടായിരുന്നാലും വിചാരം പ്രശ്നമില്ല. നിങ്ങൾക്ക് ഈ കർത്താവ് എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിലാകരുത്. ഈ തേജസ്സിൻ്റെ വെളിപ്പാട് ലഭിക്കരുത്. മറ്റെന്തിലും നിങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാകുന്നതുകൊണ്ടോ പേരുണ്ടാകുന്നതുകൊണ്ടോ പ്രശസ്തി ഉണ്ടാകുന്നതുകൊണ്ടോ ഇവിടുത്തെ നന്മകൾ ലഭിക്കുന്നതുകൊണ്ടോ ഒന്നും വിചാരിച്ച പ്രശ്നമില്ല. പക്ഷേ ഈ തേജസ്സിൻ്റെ സുവിശേഷം അത് വെളിപ്പെടരുത്. മനസ്സിലാവുന്നുണ്ടോ? അത് വെളിപ്പെടാതിരിക്കാൻ പിശാച് പല തന്ത്രങ്ങൾ ചെയ്യും. എന്നാൽ ദൈവം ആ കർത്താവിൻ്റെ വരവേറ്റ് അടുത്തിരിക്കുന്ന സമയങ്ങളിൽ കർത്താവ് വെളിപ്പെടുന്നത് ഈ തേജസ്സിൻ്റെ വെളിപ്പാടാണ്. കാരണം തേജസ്സിൻ്റെ വെളിപ്പാട് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ മനസ്സിലാകത്തുള്ളൂ.
അത് ലഭിക്കാത്ത ഒരു വ്യക്തിക്കും വിശുദ്ധിയിൽ വളരേണ്ടതിൻ്റെ ആവശ്യകതയോ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി പുത്രൻ്റെ സ്വരൂപത്തിൽ അനുരൂപമാകേണ്ടതിൻ്റെ ആവശ്യകതയോ ക്രിസ്തു എന്ന തലയോളം വളരണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകതയോ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ആവശ്യകതയോ ദൈവത്തിൻ്റെ എല്ലാ നിറവിലേക്ക് ഞാൻ നിറഞ്ഞു വരേണ്ടവനാണെന്നുള്ള ആവശ്യകതയോ ഒന്നും മനസ്സിലാകത്തില്ല. ഈ തേജസ്സിൻ്റെ വെളിപ്പാട് കിട്ടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവെ ഓരോ ദിവസവും അങ്ങോട്ട് ചേർന്നാണല്ലോ ഞാൻ നടക്കേണ്ടത്, അങ്ങിൽ നിന്നും അകന്നു, കർത്താവിൽ നിന്ന് അകന്നു പോയ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൽ നിന്ന് അകന്നു പോകും, നശിച്ചു പോകും. മനസ്സിലായോ? കർത്താവ് പല സാഹചര്യങ്ങളിൽ നമുക്കിത് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തമാണ് അതിനെ മുറുകെ പിടിക്കണം. കർത്താവ് പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എത്ര വട്ടം മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല. കണ്ടോ, അത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ഇതെന്തിനാ പറയുന്നത്? അന്ത്യകാലത്ത് എത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ കർത്താവെ എനിക്ക് കർത്താവെ ആ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിട്ട് എനിക്ക് മാറണം. അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന തേജസ് എനിക്ക് പ്രാപിക്കണം. അങ്ങ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ എനിക്കും കർത്താവെ ആ തേജസ്സിൽ അങ്ങയുടെ മുമ്പിൽ നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ അങ്ങനെ സഹായിക്കണം. ഇന്ന് എന്ന് പറയുന്ന ദിവസം അതിനായിട്ട് എന്നെ സഹായിക്കണം എന്ന് കർത്താവിനോട് നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ വെളിപ്പാട് നിങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. പിതാവിനാൽ ആകർഷിക്കാതെ ആരും പുത്രനെ അറിയത്തില്ല, പുത്രൻ വെളിപ്പെടുത്താതെ ആരും പിതാവിനെ അറിയത്തില്ല. അപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അനുസരിക്കാൻ വേണ്ടി ദൈവം നമ്മളോട് വെളിപ്പെടുത്തുന്നതാണ്. അത് മറ്റുള്ളവർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അവർക്കും കിട്ടട്ടെ എന്നിട്ട് ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ജ്ഞാനിക്ക് പകരം നിങ്ങൾ ഭോഷനായിത്തീരും. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് നമ്മൾ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളിൽ കൂടി ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ ആ വചനം ലഭിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വചനം പറയുന്നുള്ളൂ, 2 കിട്ടിയവൻ 2 കൂടി സമ്പാദിച്ചു, 5 കിട്ടിയവൻ 5 കൂടി സമ്പാദിച്ചു, 1 കിട്ടിയവൻ അത് കുഴിച്ചിട്ടു. അപ്പോൾ നമ്മൾ ഒരിക്കലും കുഴിച്ചിടുന്ന വ്യക്തികളാവരുത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ലഭിക്കുന്ന വചനങ്ങൾ, കർത്താവെ നിന്റെ കൃപ എൻ്റെ മേൽ പകർന്ന് ഈ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി അതിൻ്റെ ജീവനും അതിൻ്റെ ചൈതന്യം എന്നിൽ നിറയുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി തീർന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആൾ മാറിയവനെ പോലെ മാറും. അടഞ്ഞിരിക്കുന്ന വഴികളും വാതിലുകളും ദൈവം തുറക്കും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നതിനെ കർത്താവ്. കഠിനപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് മാറ്റി നമുക്ക് അനുകൂലമാക്കും. കാരണം എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് കരുണ തോന്നും, എനിക്ക് കൃപ തോന്നണം എന്നുള്ളവരോട് കൃപ തോന്നും, എനിക്ക് കഠിനമാക്കണമെന്ന് തോന്നുന്ന ഹൃദയം ഞാൻ കഠിനമാക്കും. അപ്പോൾ കർത്താവാണ് കൃപ തോന്നിപ്പിക്കുന്നത്, കരുണ തോന്നിപ്പിക്കുന്നത്, കഠിനമാക്കുന്നതും കർത്താവാണ്. അപ്പോൾ ഇതൊന്നും കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട. നമുക്ക് ലഭിച്ച വെളിച്ചത്തിൽ, നമുക്ക് ലഭിച്ച സത്യത്തിൽ, നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ സ്നേഹത്തിൽ, സൗമ്യതയിൽ, താഴ്മയിൽ, വിശുദ്ധിയിൽ ഒക്കെ നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല, കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അത് ഏത് മേഖലയിലായിക്കോട്ടെ, നമ്മുടെ ആത്മീയമായിക്കോട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, മാനസികമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് മേഖലയിലും ദൈവം നമുക്കായിട്ടൊരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ഇനി കർത്താവ് ഒരു വാതിൽ അടച്ചാലോ അത് തുറക്കാനും പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. കാരണം ദൈവം തന്നെ മഹത്വം വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ദൈവത്തിന് മഹത്വം കിട്ടത്തക്ക രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് വളരെ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നടക്കാനായിട്ട് സാധിക്കും. കാരണം കർത്താവ് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്ന അവൻ്റെ സ്വസ്ഥതയിലേക്കാണ്. ദൈവികമായിട്ട് സ്വസ്ഥത അനുഭവിച്ചും കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കേണ്ടത്. അത് മറന്നു പോകരുത്. അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്ന നാം ആ സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കണം. ഇന്ന് നമുക്ക് ചിന്തിക്കായിട്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം. അവിടെ പറയുന്നത്, നമ്മുടെ ഓക്കെ, കണ്ടോ, നോക്കിയേ, ഇവിടെ പറയാണ് നമ്മുടെ ജീവനായ ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിന്റെ അഭിഷിക്തൻ, അല്ലെ? മശിയ, ക്രിസ്തു വരുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? യേശു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറെ പേരുകളുണ്ടല്ലോ. യേശു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശുവിന്റെ അർത്ഥം എന്തുവാ? യേശുവിന്റെ അർത്ഥം ഇപ്പൊ മശിയ, ക്രിസ്തുവിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത്. യേശുവിന്റെ അർത്ഥം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലോട്ട് അത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടില്ല.
വചനം കറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് വരണം. മത്തായി 1:21 ഉള്ളിലോട്ട് കയറണം. ഇത് ജീവനാകണം ഈ വചനങ്ങൾ. ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും എന്താ ഇതിൻ്റെ അർത്ഥം, ഈ അർത്ഥം അറിയാതെ പിന്നെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ലൈഫ് നമ്മളിലേക്ക് വരിക? അവൻ കേട്ടോ, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ കേട്ടോ, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. വ്യക്തമായിട്ടാണ് പറയുന്നത്. ഉള്ളിൽ കയറണത് പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയെ വിളിക്കുന്ന പേരാണ് യേശു. അപ്പോൾ അതൊരു പേരാണോ പ്രവൃത്തിയാണോ? അതൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് യേശു കേട്ടോ. തുടർന്ന് തൊട്ടടുത്ത വാക്യത്തിൽ പറയാണ്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും കേട്ടോ. ദൈവം നമ്മോട് കൂടെ. പലർക്കും യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് അവിടെ, ദൈവം നമ്മോട് കൂടെ കേട്ടോ. നമുക്ക് പ്രാപ്യമാകത്തക്ക രീതിയിൽ, കാണത്തക്ക രീതിയിൽ, സ്പർശിക്കത്തക്ക രീതിയിൽ, മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവം മനുഷ്യനായി അവതരിച്ചു, പാപമില്ലാത്തവനായി ജനിച്ചു. അതാ കന്യഗർഭം ധരിച്ചത്. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അർത്ഥം എന്തുവാ? ദൈവം നമ്മോട് കൂടെ. എന്നാൽ ഇവിടെ പറയുന്നത് എന്തുവാ? നമ്മുടെ ജീവനായ ക്രിസ്തു. അപ്പൊ അത് വേറൊരു പദമാണ്, ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, ദൈവം അഭിഷേകം ചെയ്ത് അയച്ചവൻ. മനസ്സിലാവുന്നുണ്ട്? യോഹന്നാന്റെ സുവിശേഷത്തിൽ ശമരിയക്കാരി സ്ത്രീയോട് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മശിയ അഥവാ ക്രിസ്തു വരുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ കണ്ടോ. അപ്പോൾ യേശു തൻ്റെ ദൈവത്വത്തെ ഓരോ സംഭാഷണങ്ങളിലും വെളിപ്പെടുത്തുന്നത് മറഞ്ഞിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ കർത്താവ് അത് പറയുന്നുണ്ട്. കർത്താവ് പല ഇടങ്ങളിൽ പറയുന്നുണ്ട്, ദൈവത്തെ നമസ്കരിക്കുക, അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അതേ യേശുവിൻ്റെ അടുക്കൽ സൗഖ്യം കിട്ടിയ ഒരുത്തൻ വന്ന് അവനെ നമസ്കരിക്കുമ്പോൾ കർത്താവ് ഒന്നും പറയുന്നില്ല, നമസ്കരിക്കരുതെന്ന് പറയുന്നില്ല. മനസ്സിലായി? അപ്പം അങ്ങനെ ദൈവം തൻ്റെ മഹത്വം താനായിട്ട് വെളിപ്പെടുന്നതല്ല, പലയിടങ്ങളിലും പിതാവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് യേശുവിലൂടെ വെളിപ്പെടുത്തുന്ന നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ പറയണം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ഇതൊരു മർമ്മമാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു വരുമെന്നല്ല പറഞ്ഞ, വെളിപ്പെടും. പക്ഷേ യേശുവിനെ കുറിച്ച് ഈ കന്യഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ജഡത്തിൽ അവതരിച്ച് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വെളിപ്പെടുന്ന കാര്യമാണ്. തേജസ്സിൽ വെളിപ്പെടും കേട്ടോ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, കർത്താവ് അവിടെ വെളിപ്പെടുമ്പോൾ, അവിടെ അടുത്ത വാക്ക് നോക്കൂ, നിങ്ങളും കേട്ടോ, നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും കേട്ടോ. അപ്പം നമ്മളും ആ തേജസ്സിൽ വെളിപ്പെടണം. ആ കർത്താവിൻ്റെ തേജസ്സിൽ നമ്മൾ വന്ന് നിൽക്കണം. അതിനാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ട് ആ വിശുദ്ധ വിളിയാൽ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. വേറെ ഒന്നിനുമല്ല, ആ കർത്താവിനോട് കൂടെ നമ്മൾ വസിക്കണം, കർത്താവിനോട് കൂടെ നമ്മൾ നിത്യതയിൽ പ്രവേശിക്കപ്പെടണം, കർത്താവിൻ്റെ തേജസ് നമ്മൾ പ്രാപിക്കണം, കർത്താവിനോട് കൂടെ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കയറി വരണം. പ്രിയമുള്ളവരൊന്നും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? മനുഷ്യൻ ഏറ്റവും അധികം വിഷമിക്കുന്നതും എന്താ പറയുന്നത്, നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്തുവാ? അത് മരണമാണ്. മരണത്തിന് പോയി മനുഷ്യൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ പകച്ചു നിൽക്കുന്ന ഒരു വിഷയമാണ് മരണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്നാൽ ഈ മരണം എങ്ങനെ സംഭവിക്കുന്നത്? മരണം സംഭവിച്ചത് പാപത്താലാണ് മരണം സംഭവിച്ചത്. അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അവിടെയാണ് മരണം എന്ന് പറയുന്ന ഒരു വാക്ക് വന്നത്. മരണം എന്ന് പറഞ്ഞാൽ സെപ്പറേഷനാണ്, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒന്നാണ് മരണം എന്ന് പറയുന്നത്. എന്നാൽ ഈ അകന്നുപോയ നമ്മളെ യേശുക്രിസ്തു തൻ്റെ മരണത്താൽ നിരപ്പിച്ചു, മരണത്തെ നീക്കി, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി, ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ എല്ലാം വിടുവിച്ചു ആണോ. ജീവപര്യന്തം മരണഭീതിക്ക്, മനുഷ്യന്മാരെല്ലാവരും മരണഭീതിയുള്ളവരാണ്. ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്ന എല്ലാവരെയും കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ മരണത്താൽ വിടുവിച്ചു. മരണം എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ്, ഒരു ആത്മാവാണ്. അപ്പോസ്തലൻ പൗലോസ്, ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി, ന്യായപ്രമാണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇതിന്മേൽ ജയം നൽകുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ആ മരണത്തിന് അവകാശം കിട്ടിയത് പാപത്താലാണ്. എന്നാൽ യേശു കർത്താവ് ആ പാപത്തെ നീക്കി, മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ തന്നെ പുനരുത്ഥാനം, ഞാൻ തന്നെ ജീവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.
ലാസറിന്റെ കല്ലറയിലേക്ക് പോകുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ തന്നെ പുനരുത്ഥാനം, ഞാൻ തന്നെ ജീവൻ. മനസ്സിലായോ? അപ്പോ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് നമ്മുടെ ജീവനായ, നോക്കി ആ വാക്കൊക്കെ നോക്കി നിങ്ങൾ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ കേട്ടോ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൃദയം. ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. കർത്താവേ, അങ്ങ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ എനിക്കും ആ തേജസ്സിൽ അങ്ങയോട് കൂടെ കാരണം ആ തേജസ് പ്രാപിക്കാത്ത ഒരു വ്യക്തിക്കും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ആ ദൈവ തേജസ് നിറയുന്ന വ്യക്തികൾക്ക് മാത്രമേ തേജസ്സുള്ള കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അപ്പോൾ ആ തേജസ് പ്രാപിക്കുക എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അതുകൂടി വേണമെങ്കിൽ ഒന്ന് വായിക്കാം. എങ്ങനെയാണ് കണ്ടോ തേജസ്സിൽ വെളിപ്പെടും എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ വാക്യം. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. നോക്കിയാ കണ്ടോ, ഇവിടെ നോക്കിയാ, ഒരു മിനിറ്റ് ഇവിടെ പറയാണ് ആകയാൽ. അപ്പൊ ഇത് പറഞ്ഞിട്ട് പറയാ തേജസ്സിൽ നിങ്ങളും വെളിപ്പെടും. അപ്പൊ അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ആ സംഭവിക്കുവാൻ പോകുന്ന കാര്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാനായിട്ട് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് താഴെ പറയുന്ന ലിസ്റ്റ്. ആകയാൽ എന്ന് പറഞ്ഞാൽ അതിനോട് കണക്ട് ചെയ്തിട്ട് പറയാ, ആകയാൽ ഈ തേജസ്സിലേക്ക് നിങ്ങൾ വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആകയാൽ ദുർനടപ്പ്. അപ്പൊ ഒന്നാമത്തെ സംഭവം ദുർനടപ്പാണ്. ദൈവവചന വിരുദ്ധമായിട്ട് ഉള്ള തെറ്റായിട്ടുള്ള വഴികളിലുള്ള സഞ്ചാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മോഹങ്ങൾക്കനുസരിച്ചുള്ള ഒരു നടപ്പിനെ ദുർനടപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദുർനടപ്പ്. അടുത്ത് അശുദ്ധി. കാരണം ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധനായ ദൈവത്തിന് നിരക്കാത്ത എല്ലാം അശുദ്ധിയാണ്. അപ്പൊ നമുക്ക് അശുദ്ധി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു അശുദ്ധിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ ആ വിശുദ്ധിക്ക് നിരക്കാത്ത എല്ലാം അശുദ്ധിയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധി എന്താണെന്ന് വചനത്തിൽ കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് അശുദ്ധി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്ന് നടക്കണം. ദൈവവചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ധ്യാനിക്കണം. അങ്ങനെ ദൈവവചനം ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ ദൈവത്തിന്റെ വിശുദ്ധി എന്താണ്, എന്നിൽ മറഞ്ഞു കിടക്കുന്ന അശുദ്ധികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പറയാണ് ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം എന്ന് പറഞ്ഞാൽ വല്ലാതുള്ള മോഹങ്ങൾ. വചനം പറയുന്ന മോഹങ്ങൾ ജനിക്കുമാർ നിങ്ങൾ ജഡത്തിനായി ചിന്തിക്കരുത് എന്നാ പറയുന്നത്. ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ ചിന്തകൾ വരും, തീർച്ചയായിട്ടും വരും. കാരണം മനുഷ്യൻ്റെ ഉള്ളിലെല്ലാം മോഹത്തിന്റെ പ്രമാണങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. അത് പലതും വരുമ്പോൾ ഇത് എനിക്ക് വേണ്ടതാണോ വേണ്ടതല്ലയോ എന്ന് ചിന്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അതാണ് അതിരാഗം. അടുത്തത് ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അപ്പോ പുതിയൊരു വാക്ക് കിട്ടുകയാണ്. അത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു വിഗ്രഹാരാധനയാണ് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊരു വിഗ്രഹം പോലെ ആ വ്യക്തിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് അത് ആ വ്യക്തിയെ പലതിലേക്കും വലിച്ചുകൊണ്ട് പോകും. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. മനസ്സിലായോ? അപ്പൊ അതെങ്ങനെ എന്തിനെടുത്തു പറയുന്നത്? കാരണം പലരുടെ ഉള്ളിലും അത്യാഗ്രഹമുണ്ട്. നമ്മൾ ഒരിക്കലും അത്യാഗ്രഹത്തിലേക്കല്ല പോകേണ്ടത്. വചനം പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നൊരു നാളും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ലെന്ന് അവൻ തന്നെ നിങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു മനസ്സ് ഉളവായി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മനസ്സിലായോ? അപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു അത്യാഗ്രഹം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്നാൽ അത് ആ വ്യക്തിയെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് മനസ്സ് വഷളായി പോകും. മനസ്സിലായോ? അപ്പൊ അത്യാഗ്രഹം ഒരു വിഗ്രഹം പോലെ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറിയാൽ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടു കൂടെ നമുക്ക് അറിയിക്കേണ്ടതിന് പകരം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു മോഹത്തെ താലോലിച്ച്, ഒരു ആഗ്രഹത്തെ താലോലിച്ച് എനിക്കത് വേണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഞാൻ കാണിക്കുമ്പോൾ അതിനെയാണ് ഈ അത്യാഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഒരു വിഗ്രഹമായിട്ട് മാറും. അതുകൊണ്ടാണ് സങ്കീർത്തനം 106:15 ഇങ്ങനെ പറയുന്നുണ്ട്, അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു വേണ്ടിയിരുന്നത്? അവരുടെ ഉള്ളിൽ വന്ന ആ മോഹത്തെ അവർ നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ മനസ്സിനെ പുതുക്കേണ്ടതിന് പകരം അവർ മോഹത്തിൽ അവർ നടന്നപ്പോൾ സംഭവിച്ചു പ്രാണന് ക്ഷയം വെച്ചു. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ പ്രാണന് പുതുക്കാൻ അവർക്ക് പറ്റിയില്ല. മനസ്സിലായി? അപ്പൊ ഇവിടെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അത്യാഗ്രഹം നിറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തുവാ? അതൊരു വിഗ്രഹം പോലെ ആയിരിക്കും.
ദൈവവചനം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, ആരാധിക്കരുത്, വണങ്ങരുത്. നമ്മൾ ചിലപ്പോൾ ഒരു വിഗ്രഹമൊന്നും ഉണ്ടാക്കുന്നില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ ഉള്ളിലൊരു അത്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, അത് ഒരു വിഗ്രഹം പോലെ നമ്മുടെ ഉള്ളിലിരുന്നാൽ സംഭവിക്കുന്നത് ആ ദൈവികമായിട്ടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. ദൈവമാണ് കർത്താവിനാണ് നമ്മൾ എല്ലായ്പ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ പ്രയോറിറ്റി നാം പോലും അറിയാതെ ഈ അത്യാഗ്രഹം വലിച്ചുകൊണ്ടു പോകും, ഏകാഗ്രത നഷ്ടപ്പെടും. കൊരിന്ത്യർ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേട്ടെ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിൽ 2-ാമത്തെ വാക്യം തൊട്ട് വായിക്കണം, അപ്പോഴേ ഞാൻ പറഞ്ഞത് കിട്ടത്തുള്ളൂ. 2-ാമത്തെ വാക്യം. ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കണ്ടോ, ഇവിടെ നോക്കിയാൽ പറയുന്നത് കേട്ടോ. കണ്ടോ, നമ്മളൊരു വലിയൊരു ഉദ്ദേശത്തിന് വേണ്ടി ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. ആ വേർതിരിച്ച ആ ഒരു ദൈവിക പദ്ധതിയിൽ നിന്നും നമ്മളെ മാറ്റിക്കൊണ്ടു പോകുവാനായിട്ട് എന്തെങ്കിലും തന്ത്രങ്ങൾ പിശാച് മെനയുന്നുണ്ടോ? അപ്പൊ ഇവിടെ പറയാണ്, കണ്ടോ, നമ്മുടെ ഉള്ളിൽ ഒരു അത്യാഗ്രഹം വന്നാൽ അതൊരു വിഗ്രഹം പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അത്യാഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നുണ്ടോ നോക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം വരികയാണെങ്കിൽ ദൈവത്തോട് സ്തോത്രത്തോടുകൂടി അറിയിക്കണം. ഇല്ലെങ്കിൽ അതൊരു വിഗ്രഹമായി കഴിഞ്ഞാൽ അത് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. വളരെ വലിയൊരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ദൈവസന്നിധിയിൽ വേർതിരിച്ചിട്ട് അത് മനസ്സിലാക്കാതെ, കണ്ടോ ഇവിടെ പറയണം, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയാണ്. എന്താ, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ ഒരു ഏകാഗ്രത ഉണ്ടാകണം. ആ കർത്താവിന്റെ വരവിന് വേണ്ടി, കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടാകണം. അതിൽ നിന്നും നിങ്ങളുടെ മനസ്സ് മാറിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു നോക്കണം എന്നുള്ളൊരു അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്. അപ്പോൾ എവിടെയാ പിശാച് തന്ത്രങ്ങൾ കൊണ്ടുവരുന്നത്? എവിടാ? നമ്മുടെ മനസ്സിലോട്ടാണ് വരുന്നത്. മനസ്സിലായോ? നമ്മുടെ മനസ്സിലാണ് എന്ത് ചെയ്യുന്നത്? ഈ തന്ത്രങ്ങൾ മെനയുന്നത്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്. അപ്പോൾ മനസ്സിലാണ് പലവിധമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടിടുന്നത്, പല കളകൾ കൊണ്ടിടുന്നത്. ആ കളകൾ പലപ്പോഴും ഒരു വിഗ്രഹം പോലെയായിട്ട് ആ ദൈവഹിതത്തിൽ നമ്മളെ പതുക്കെ വലിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മളിവിടെ തിരിച്ചറിയണം, നമ്മൾ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മളും തേജസ്സിൽ വെളിപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ദൈവഹിതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ നീക്കിക്കളയാണ്. അതാണ് ഇവിടെ പറയുന്നത്, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം. കണ്ടോ, അവയവങ്ങളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളിൽ പല മോഹങ്ങളും കയറിയിരുന്നിട്ട് അത് ദൈവഹിതത്തിൽ നമ്മളെ വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് മരിപ്പിക്കാൻ പറയുന്നത്. മരിപ്പിക്കാൻ പറയണമെങ്കിൽ അതിന്റെ 3-ാമത്തെ വാക്യം, 3:3 ഒന്ന് വായിച്ച്, തുടക്കം ഒന്ന് വായിച്ച, ജസ്റ്റ് ഒറ്റ വാക്യം, 3:3 അവിടെ പറയുന്നൊരു കാര്യം കണ്ടോ, 3:3 കൊലോസി ലേഖനം 3:3. നിങ്ങൾ മരിച്ചു, അത് മാത്രമേ വേണ്ടൂ. കേട്ടോ, നിങ്ങൾ മരിച്ചു. അതുകൊണ്ടാണ് ഇവിടെ മരിപ്പിപ്പിൻ എന്ന് പറയുന്നത്. നമ്മൾ മരിച്ചിട്ടില്ല എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മരിപ്പിക്കാൻ പറ്റത്തില്ല. ഈ മരിച്ചു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തുവാ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് ഇനി ജീവിക്കുന്നത്. അതാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയോട് പറയുകയാണ്, നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടും കേട്ടോ. ആ കർത്താവ് വെളിപ്പെടുമ്പോൾ നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ക്രിസ്തുവിനോട് ചേർന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ യേശുവെ കർത്താവ് എന്ന് പറഞ്ഞ് അവന്റെ കർത്തൃത്വത്തിനായി വിധേയപ്പെട്ടത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ കർത്താവ് ഇരുത്തിയത്. ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് അതിനൊത്തുവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്തത്? നമ്മളെ ആ കർത്താവിനോട് കൂടെ ഇരുത്തിയത്. എന്നിട്ട് പറയാം, അങ്ങനെയാണെങ്കിൽ നമ്മളിലേക്ക് നോക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ഈ തേജസ്സിൽ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന എൻ്റെ അകത്തിരിക്കുന്ന സ്വഭാവ വൈകല്യങ്ങളെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതിനെ മരിപ്പിക്കണം.
മനസ്സിലായോ? മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ. മനസ്സിലായോ? ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ഈ ഒരു പ്രാർത്ഥന ഹൃദയപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊക്കെ നമ്മളിൽ നിന്നും മാറിപ്പോകുന്നത് കാണാൻ പറ്റും. അപ്പോഴാണ് പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാവുക. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുകയും ദൈവം വഴി തുറക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ അവയവങ്ങൾ അതിലേക്ക് ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും, അതിലേക്ക് വലിച്ചുകൊണ്ട് പോകും നമ്മളെ. എന്നാൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും ഈ തേജസ്സുള്ള കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നമ്മളും തേജസ്സിൽ വെളിപ്പെടുന്നൊരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 15-ാം അധ്യായം, 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 15-51. തേജസ്സിൽ വെളിപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു 15-50 ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നുകൂടി നമുക്ക് അതിനെ ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടും. ഞാനീ പറയുന്ന കാര്യങ്ങൾ തേജസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനു മുമ്പൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ ഓരോ ദിവസവും ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കണം. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ തേജസ്സിൽ നമ്മൾ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ വേറെ ഇവിടുത്തെ ആരെങ്കിലും പ്രസാദിപ്പിക്കുവാനോ ഇവിടുത്തെ എന്തെങ്കിലും നന്മ കിട്ടാനോ ഒന്നിനു വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഓരോ ദിവസവും കർത്താവ് പറഞ്ഞതുപോലെ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ നാൾ തോറും തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അത് നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകളെ നീക്കിക്കളഞ്ഞിട്ട് നമ്മളെ പുത്രനായ യേശുവിനെ പോലെ ആക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണം? അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറഞ്ഞിരിക്കുന്നത്, എന്നാൽ അത് വെളിപ്പെടുത്തി തരികയാണ്. എന്തോ മർമ്മം? എന്നാൽ നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അപ്പോൾ ഈ പറഞ്ഞ ഈ ലേഖനം എഴുതിയ ആള് അപ്പോസ്തലനായ പൗലോസാണ്. അപ്പോൾ പൗലോസ് ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരും, കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടും എന്നുള്ളൊരു ബോധ്യത്തിലാണ് താൻ ജീവിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പോൾ പക്ഷേ ഇന്ന് നമുക്ക് ഈ വചനങ്ങൾ, അന്ന് ഇതുപോലെ പുസ്തകമൊന്നും ഇല്ലായിരുന്നു, ഇന്ന് നമുക്ക് ലേഖനങ്ങളും എല്ലാം ലഭിച്ചതുകൊണ്ട് ഇത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു നാഴികയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഇസ്രായേലിനെ കുറിച്ച് പറയാത്ത പത്രങ്ങളില്ല, ഇസ്രായേലിനെ കുറിച്ച് പറയാത്ത ചാനലുകളില്ല. അപ്പോൾ ഇതെല്ലാം അത്തിയെ നോക്കിയ ഉപമ പഠിക്കേണ്ടത്. അപ്പോൾ ഇസ്രായേലിനെ നോക്കുകയാണെങ്കിൽ ആ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഏതാണ്ട് എല്ലാ തിരുവെഴുത്തുകളും നിറവേറിയ ഒരു സമയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിറവേറാനുള്ള ഒരൊറ്റ വചനമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണെന്നറിയോ? അത് കർത്താവിൻ്റെ ആ ഒരു ഹിതത്തിലേക്ക് എന്ത് ചെയ്യണം? അവൻ്റെ മണവാട്ടി ഒരുങ്ങണം. മനസ്സിലായോ? വചനം പറയുന്നുണ്ടല്ലോ, കർത്താവ് പറയുന്നല്ലോ, അവൻ ദീർഘക്ഷമ കാണിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള ഒരു സംഖ്യയുണ്ട്. ജാതികളുടെ സംഖ്യ തികയോളം ഇസ്രായേലിന് അംശമായിട്ടുള്ള കാഠിന്യം ഭവിച്ചിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള ഒരു സംഖ്യ തികയുകയും അവൻ്റെ മണവാട്ടി ഒരുങ്ങി ആ തേജസ്സിലേക്ക് എടുക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരുങ്ങി വരണം. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വചനത്തിനോട് വലിയ ദാഹം അയച്ച് ആ നിലനിൽക്കുന്ന നിത്യതയിലാക്കി വ്യക്തി ജീവിതവും കുടുംബജീവിതവും അതുപോലെ സാമൂഹ്യ ജീവിതവും എല്ലാ മേഖലകളെയും ദൈവവചനത്തിനനുസരിച്ചുള്ളൊരു ജീവിതം ജീവിക്കുന്ന ഒരു ശേഷിപ്പ്, ഒരു ചെറിയ കൂട്ടം, വലിയ കൂട്ടമല്ല, ഒരു ചെറിയ കൂട്ടം. കർത്താവ് തന്നെ പറഞ്ഞു, ചെറിയ ആട്ടിൻകൂട്ടം, ചെറിയ ശേഷിപ്പ്.
അപ്പോൾ ആ ഒരു ശേഷിപ്പ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പലയിടങ്ങളിലും ഒരുങ്ങുന്നുണ്ട്. ഈ നാളുകളിൽ സംഭവിക്കുന്നത് അതിനോടുള്ള ഒരു വലിയ ദാഹം വരികയാണ്. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സുവിശേഷത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് ഒത്തിരി കാണാം. നിനക്ക് വീട് കിട്ടും, കാറ് കിട്ടും, അല്ലെങ്കിൽ നിന്റെ വാലല്ല തലയാക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ട് അതിൻ്റെ പിന്നാലെ ഓടിയിരുന്ന അനേകരുണ്ട്. എന്നാൽ ഈ സമയം കർത്താവ് ആ മെറ്റീരിയൽ ബ്ലെസ്സിങ് അല്ല, മറിച്ച് നമ്മൾക്ക് എന്താണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളൊരു വെളിപ്പാട് തന്നിട്ട് അതിനനുസരിച്ച് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം കർത്താവ് പകരുന്ന ഒരു സമയമാണ് നീ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാറ്റ് ഊതുമ്പോൾ, പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു കാറ്റയക്കുമ്പോൾ അതിനെ എത്രത്തോളം പ്രാപിച്ച് ആ ഒരു അനുഭവത്തിൽ ഒരുങ്ങാൻ പറ്റുമോ ആ ഒരു അനുഭവത്തിൽ ഒരുങ്ങുക എന്നുള്ളതാണ് ജ്ഞാനമുള്ള വ്യക്തികളായ ഓരോരുത്തരും ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. എന്തോ മർമ്മം? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നിട്ട് പറയാം, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കണ്ടോ? പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന, ഇപ്പൊ നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് വരുന്നെങ്കിൽ ഈ പറയുന്ന സമയത്തെ കണ്ണടയ്ക്കുന്നതിനിടയിൽ, കണ്ണിമിക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കുന്ന സമയത്തിന് മുമ്പ് ആ കൂട്ടം എന്ത് ചെയ്യും? കണ്ണിമിക്കുന്ന രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടും. കേട്ടോ? ഇവിടെ പറയാണ്, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന്. ആ വാക്ക് ശ്രദ്ധിക്കണം, പെട്ടെന്ന്. അത് പലയിടങ്ങളിൽ കാണാം. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കാണ് പെട്ടെന്ന്. കണ്ണിമിക്കുന്നതിനിടയിൽ കള്ളനെ പോലെ, ആകാശത്ത് മിന്നൽ വിളങ്ങുന്നത് പോലെ, മനസ്സിലായോ? ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ പെട്ടെന്ന് അത് സംഭവിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ആ നേരത്തൊന്നും പോയിട്ട് ഒരുങ്ങാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് സമയത്തും അസമയത്തൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ഒരു ജീവിതം ജീവിക്കണമെന്ന് പറയുന്നത്. ഇവിടെ പറയാം, പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കേട്ടോ? രൂപാന്തരപ്പെടും. എന്ത് രൂപാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം. മനസ്സിലായോ? യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു ശരീരമുണ്ട്. അതാണ് ഈ തേജസ്കരിക്കപ്പെട്ട ശരീരം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ തേജസ്കരിക്കപ്പെട്ട ശരീരമുള്ള യേശുവിനെ നമുക്ക്, എനിക്ക് 17-ാം അധ്യായത്തിൽ ഈ തേജസ്കരിക്കപ്പെട്ട യേശുവിൻ്റെ അടുത്ത് പത്രോസും യാക്കോബും യോഹന്നാനൊക്കെ കൂടിയിരിക്കുമ്പോൾ ഏലിയാവും മോശയൊക്കെ വന്നിട്ട് സംസാരിക്കുന്ന ഒരു സംഭവം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചുയർന്നൊരു മലയിലേക്ക് പോയിട്ട് അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. എന്നിട്ട് പറയാം, അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച്. കേട്ടോ? അപ്പോൾ മുഖം നോക്കൂ, സൂര്യനെ പോലെ ശോഭിച്ച്, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. കേട്ടോ? അപ്പോൾ വ്യത്യാസം കണ്ടോ? മാറ്റം കണ്ടോ? ഇതുവരെ കണ്ട യേശുവിനെ അല്ല അവിടെ കാണുന്നത്, ആ തേജസ്കരിക്കപ്പെട്ട ഒരു യേശുവിനെ. അവൻ്റെ മുഖം സൂര്യനെ പോലെയായി. അതുകൊണ്ടാണ് ഈ തേജസ്സിലെടുക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ വായിച്ച പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യവും 41-ാം വാക്യവും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇതേ സൂര്യൻ അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 40-ഉം 41-ഉം വാക്യം വായിച്ചോട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-ന്റെ 40-ഉം 41-ഉം വാക്യം. ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ്. കണ്ടോ? സൂര്യന്റെ തേജസ്. കണ്ടോ? ഇവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച്. അപ്പോ ഇവിടെ സൂര്യന്റെ തേജസ് വേറെ എന്ന് പറയുമ്പോൾ ആ പുത്രനായ യേശുവിന്റെ അതേ സ്വരൂപത്തോട് അനുരൂപമാകുന്നവരെല്ലാവരും ഈ യേശു കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചതുപോലുള്ള ഒരു തേജസ്സിലേക്ക്, സൂര്യന്റെ തേജസ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കണ്ണിമിക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ഒരു തേജസ്സിലേക്കാണ് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനത്തിന്റെ അനുസരണത്തിന്റെ പ്രാധാന്യത്തെ പിന്നെയും 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 പറയുന്നത്. നമുക്ക് പലപ്പോഴും തോന്നുന്നു ഒരു ഇത്ര കൃത്യമായിട്ട് അനുസരിക്കേണ്ട കാര്യമുണ്ടോ? ഓരോ വചനത്തിന്റെ അനുസരണവും നമ്മളിൽ നിറയ്ക്കുന്ന ദൈവ തേജസ്സുണ്ട്, അത് മറന്നു പോകരുത്. അതുകൊണ്ട് നോക്കും, ഇവിടെ സൂര്യന്റെ തേജസ് വേറെ എന്ന് പറഞ്ഞിട്ട് പറയാം, ചന്ദ്രന്റെ തേജസ് വേറെ. അപ്പം നിങ്ങൾ നോക്കി, സൂര്യന്റെ തേജസ് പോലെയാണ് ചന്ദ്രന്റെ തേജസ്. വലിയ വ്യത്യാസമില്ലേ? എന്നിട്ട് നോക്കിയാൽ എന്നിട്ട് പറയാ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. കാരണം അപ്പൊ നക്ഷത്രങ്ങളെ പോലെയാണ് സൂര്യനെ കണ്ടിട്ട് ചന്ദ്രനെ കണ്ട് നക്ഷത്രങ്ങളെ കണ്ടാൽ അതിന്റെ ആ വ്യത്യാസം കണ്ടോ നിങ്ങൾ തേജസിന്റെ? എന്നിട്ട് പറയാ നക്ഷത്രങ്ങൾ തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. കണ്ടോ? അപ്പൊ പുനരുത്ഥാന ശരീരത്തിൽ പലരും ഈ തേജസ് പ്രാപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തർ താൻ്റെ നിരയിലാണെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ഇന്ന് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന തേജസ് എന്ന് പറഞ്ഞാൽ പുത്രന്റെ തേജസ്സാണ്. അതുകൊണ്ടാണ് അവൻ സൂര്യനെ പോലെ ശോഭിച്ചു. നമുക്ക് വെച്ചിരിക്കുന്ന തേജസ്സിന്റെ പൂർണ്ണത പ്രാപിക്കുവാനായിട്ട് കർത്താവ് നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അവന്റെ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന സ്വസ്ഥതയും സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കുക. അത്രേ ഉള്ളൂ. അതല്ലാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഒത്തിരി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന കാര്യമൊന്നുമല്ല. ഇത് മുന്തിരിവള്ളി ശാഖയിൽ വസിക്കുന്ന പോലെ വസിക്കുന്ന ഒരു ജീവിതത്തിൽ കൂടി ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കുന്നു, ഞാൻ അവനുമായി ഒന്നായി ചേരുന്നു, അവന്റെ ആത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. ആ കർത്താവിന്റെ തേജസ് നമ്മളിലേക്ക് പകരുന്നു, ആ ദൈവ തേജസ് നമ്മളിലേക്ക് നിറയുന്നു എന്നുള്ളതിന്റെ പ്രകടമായ തെളിവ് എന്താണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നമ്മളുടെ വ്യക്തിത്വ രൂപാന്തരമാണ്, സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ്. എൻ്റെ കാഴ്ചപ്പാടുകളിൽ, എൻ്റെ ചിന്താഗതികളിൽ, എൻ്റെ സംഭാഷണത്തിൽ, എൻ്റെ ഇടപെടലുകളിലൊക്കെ വരുന്ന മാറ്റമാണ് എന്ത്, ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ, ആ തേജസ്സിന്റെ പൂർണ്ണതയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ഒരു അനുഭവം. മനസ്സിലായി? അപ്പൊ ഇന്ന് നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ. പലപ്പോഴും ഞാൻ പല വ്യക്തികളെ കാണുമ്പോൾ പലരും പറയുന്നത് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അവരുടെ ജീവിതത്തിൽ ഇതൊന്ന് കണ്ടെങ്കിൽ നന്നായിരുന്നു. പ്രിയമുള്ളവർ, അങ്ങനെ ഒരു പറച്ചിൽ നമ്മളെ കുറിച്ച് പറഞ്ഞാൽ എന്തോ നമ്മൾ ഈ വചനം കേൾക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് തേജസ് പ്രാപിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ആ ഏരിയയിലോട്ട് പോലും ചെല്ലത്തില്ല, ഈ വചനം പറയുന്ന ഞാനാണെങ്കിൽ പോലും. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് സാജനെന്നോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. കാരണം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്ന ഒരു പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നതെങ്കിൽ അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. മറിച്ച് നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കർത്താവ് നമ്മളെ ആ ഒരു അനുഭവത്തിലേക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് വ്യക്തിയാണെങ്കിലും ആ കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവം തൻ്റെ ജീവനെ ധാരാളമായിട്ട് പകർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന സൂര്യൻ്റെ തേജസ്സിലേക്ക്, അഥവാ ഇതിന് വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ നമ്മളെ അവൻ്റെ മണവാട്ടിയായിട്ട്, നിങ്ങളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ഏറ്റവും ശോഭിക്കുന്ന ആരാ? ആ മണവാളനും മണവാട്ടിയുമാണ്. അപ്പോൾ സൂര്യനെ പോലെ ശോഭയുള്ള ആ കർത്താവ്, തേജസ്കരിക്കപ്പെട്ട കർത്താവ് നിൽക്കുമ്പോൾ അവന്റെ മണവാട്ടിക്കും അതേ തേജസ് വേണം. മനസ്സിലായോ? അതാണ് ഈ പുത്രന്റെ തനി സ്വരൂപത്തോട് അനുരൂപരായെന്ന് പറയുന്നതിനൊക്കെ അർത്ഥം. അതേ തേജസ്സിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ തേജസ് എങ്ങനെ പ്രാപിക്കുമെന്നത്, ഇന്ന് നമ്മൾ ആ തേജസ് പ്രാപിക്കാൻ വേണ്ടി കർത്താവിനോട് ചേർന്ന് നടക്കണം, അവൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം, അവൻ്റെ വചനത്തെ അനുസരിക്കണം. ആ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നമ്മൾ ഓരോ ദിവസവും സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം, ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതമാണ്. നമ്മളിന്ന് കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന പോലത്തുള്ള ഒരു ജീവിതമൊന്നും അല്ലത്. ഈ വളരെ സമാധാനത്തോടുകൂടെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ കേട്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ കേട്ടോ. കാരണം അവൻ്റെ സ്വസ്ഥതയിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പലരും കാട്ടിക്കൂട്ടുന്ന പലതും കണ്ട് നമ്മൾ ചിന്തിക്കല്ലേ അങ്ങനെയാണെന്ന്. അല്ല, കർത്താവിനോട് ചേർന്ന് വളരെ സമാധാനത്തോടുകൂടി നമ്മളോട് പറയുന്ന, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. കൽപ്പിച്ചത് ചെയ്യാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടൊരു കാര്യമില്ല. അങ്ങനെ ചെയ്തവരെ കുറിച്ച് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യാന്നല്ല, എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ടോ, അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിൽ ദൈവ തേജസ് നിറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ പറയാണ്, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. എന്നിട്ട് എടുത്തു പറയാ, മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. കണ്ടോ? അപ്പോൾ ഈ തേജസ്സിനെ കുറിച്ച് പറഞ്ഞത് എന്തുവാ? മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ വായിച്ചല്ലോ, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അപ്പോൾ ആദ്യം സംഭവിക്കുന്നത് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. അതാണ് തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. കേട്ടോ, ഇവിടത്തേക്ക് അന്ത്യകാഹളനാദത്തിങ്കൽ, ഈ കാഹളനാദം എന്ന് പറയുന്ന ഒരു സംഭവം മറന്നു പോകരുത്. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് ഈ കാഹളനാദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1 തെസ്സലോനിക്ക അതിന്റെ 16-ാം വാക്യം, കർത്താവ് താൻ വായിച്ചോട്ടെ. അവിടെയും ഗംഭീരനാദം ഉണ്ട് കേട്ടോ, അവിടെയും ഗംഭീരനാദമുണ്ട്. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ ഗംഭീരനാദം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും വായിച്ചോട്ടെ.
ദൂതന്റെ ശബ്ദത്തോടും അടുത്ത പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അവിടെ നോക്കിയാൽ ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണേ, ഒത്തിരി ഉണ്ട് ഇതിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വാക്യങ്ങളിലേക്ക് ആ കണക്ഷൻ വരുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും തേജസ്സിൽ അവനോട് കൂടെ എടുക്കപ്പെടുമെന്ന് നമ്മൾ നേരത്തെ വായിച്ചിരുന്നല്ലോ. നമ്മൾ ഇവിടെ നോക്കുക, നിങ്ങൾ പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. നോക്കൂ, ഈ കർത്താവിന്റെ വരവിന് 2 ഘട്ടമുണ്ട്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കർത്താവ് ഭൂമിയിലേക്ക് വരുന്നില്ല, മധ്യാകാശത്തിലാണ് കർത്താവ് വെളിപ്പെടുന്നത്. മധ്യാകാശത്തിൽ വെളിപ്പെട്ടിട്ട് സഭ അങ്ങോട്ടേക്ക് എടുക്കപ്പെടുക ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നതോ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ആദ്യം സംഭവിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനോട് ദൈവത്തിന്റെ വചനം അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചവരെ കുറിച്ച്, അങ്ങനെ ജീവിച്ച് മരിച്ചവരെ കുറിച്ചാണ് ക്രിസ്തുവിൽ മരിച്ചവരെന്ന് പറയുന്നത്. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ കാർഡടിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, അത് മറന്നു പോകരുത്. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി വിശുദ്ധ ജീവിതം നയിച്ച് മരിച്ചവരുണ്ട്. അവരെന്ത് ചെയ്യും? ആദ്യം ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് പറയാം, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം. കേട്ടോ, ഇവിടെയും പറയുന്നുണ്ട് കേട്ടോ, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം. ഈ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയതും പൗലോസ് തന്നെയാണ്. ഈ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയതും പൗലോസ് തന്നെയാണ്. കേട്ടോ, ഇവിടെ പറയുന്നുണ്ടല്ലോ, കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞില്ല. എന്നാൽ അന്ത്യകാലനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കേട്ടോ, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കേട്ടോ, നാം രൂപാന്തരപ്പെടും, നാം എല്ലാവരും രൂപാന്തരപ്പെടും. കേട്ടോ, പൗലോസ് പറയുന്നത്. കേട്ടോ, ഇവിടെ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. കേട്ടോ, എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞത് കേട്ടോ, ജീവനോട് ശേഷിക്കുന്നവരെ നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. കേട്ടോ, വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. കണ്ണിമയ്ക്കുന്നതിന് രൂപാന്തരപ്പെട്ട് കർത്താവ് അങ്ങ് വലിച്ചെടുക്കുക, അവന്റെ മുമ്പിലോട്ട് നിർത്തത്തക്ക രീതിയിൽ നമ്മളെ ഈ പറയുന്ന നേരം കൊണ്ട് അത് സംഭവിക്കും. എന്നാൽ ഈ പറയുന്ന നേരം കൊണ്ട് അത് സംഭവിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ഈ പറയുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കണം. ഇതാണ് ആളുകൾക്ക് മനസ്സിലാവാത്തത്. എല്ലാവരും പറയുന്നുണ്ട് കർത്താവ്, ഇതെല്ലാവരും നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമൊന്നുമല്ല, ഇത് എപ്പോഴും പറയുന്ന കാര്യമാണ്. എല്ലാ സഭകളിലും പറയുന്ന കാര്യം, കർത്താവ് വരും, പറക്കും. പക്ഷെ പറക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ആരും പറയുന്നില്ല. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറക്കുന്ന ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഇന്ന് എന്നോട് പറയുന്നത് പോലുള്ളൊരു ജീവിതം ഞാൻ ജീവിക്കണം. അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ പറക്കത്തില്ല, കണ്ണിമിക്ക് രൂപാന്തരപ്പെടത്തില്ല, ഒരു സംശയം വേണ്ട. മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്, കർത്താവെ നിന്റെ കൃപ എൻ്റെ മേൽ പകർന്ന്, നിന്റെ ആത്മാവിനെ നയിക്കപ്പെട്ട് അങ്ങ് പറയുന്ന കാര്യം ചെയ്യുവാൻ ആവശ്യമായ കൃപ എൻ്റെ മേൽ പകർന്ന്. കർത്താവെ ഓരോ ദിവസവും കർത്താവ് എങ്ങളുടെ വചനം അനുസരിക്കുമ്പോൾ അതൊരു ക്രൂശാണ്. എന്നാൽ കർത്താവെ ആ ക്രൂശ് എടുത്തും കൊണ്ട് നിന്നെ പിൻപറ്റത്തക്ക രീതിയിലുള്ള കൃപ, ബലം നീ എൻ്റെ മേൽ പകരുന്നല്ലോ. അങ്ങനെ നമ്മൾ കർത്താവിനോട് പറഞ്ഞാൽ ആ കർത്താവിനോട് ചേർന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അനുഭവത്തിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ പറയണം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച്, കണ്ടോ, അതും കൂടി ശ്രദ്ധിക്കണം, അവരോട് ഒരുമിച്ച്. അവർ സെപ്പറേറ്റ് ആയിട്ടല്ല, അവരുടെ ആ മൺമയമായ ശരീരം കണ്ണിമിക്കുന്നതിനിടയിൽ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമായിട്ട് രൂപാന്തരപ്പെട്ടു. അതാണ് അവരോട് ഒരുമിച്ച്. മാത്രമല്ല ഇന്ന് ജീവനോടെ ശേഷിക്കുന്നവരായ വ്യക്തികളും എന്ത് ചെയ്തു? തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം പ്രാപിച്ചു. എന്നിട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നോക്കി എന്ത് കൃത്യതയോടുകൂടി എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മളിലേക്ക് ഇനി ജീവനായി തീരണം കേട്ടോ. എന്നിട്ട് പറയാ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അപ്പോൾ കർത്താവിനോട് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പ കർത്താവിനോട് കൂടെ ഇരിക്കണമെങ്കിൽ ഇപ്പോൾ, ഇന്ന് ഇതാകുന്നു സുപ്രസാദ സമയം. ഇന്ന് കർത്താവിനോട് കൂടെ ഇരിക്കാത്ത ഒരു വ്യക്തിക്ക് അന്ന് കർത്താവിനോട് കൂടി ഇരിക്കാൻ പറ്റത്തില്ല. അതിനാണ് ഇന്ന് നമ്മൾ കർത്താവിനോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആത്മാവെന്ന അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് പറയാം, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള വിഷയങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ബോധ്യം ഉണ്ടല്ലോ,
ഈ കർത്താവിൻ്റെ വരവെങ്കിൽ കണ്ണിമയ്ക്കുന്നതിന് രൂപാന്തരപ്പെട്ട് തേജസ്സിൽ ആ കർത്താവിൻ്റെ പുത്രിപുത്രന്മാരെ തേജസ്സിൽ നിത്യതയിൽ യുഗായുഗം വാഴുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. അതിൽ ആ ഒരു ഒരുക്കത്തിൽ ഇന്ന് കർത്താവെ കഷ്ടതയും പ്രയാസവും ഒറ്റപ്പെടലും നിരാശയും ഇഷ്ടങ്ങളെ മാറ്റിവെക്കുമ്പോഴുള്ള ക്രൂശും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവെ അങ്ങൊരുക്കിയിരിക്കുന്ന തേജസ് പ്രാപിക്കുവാനായിട്ട് യുഗായുഗം അങ്ങയോട് കൂടെ വാഴുവാനായിട്ടുള്ള ഈ അതിശ്രേഷ്ഠ പദവിയെ ഓർക്കുമ്പോൾ ഇവിടെ പറയാണ്, തമ്മിൽ തമ്മിൽ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃബന്ധത്തിലൊക്കെ പലപ്പോഴും ഇല്ലായ്മകളും ഞെരുക്കങ്ങളും നിന്നയും പരിഹാസവും ഒറ്റപ്പെടലൊക്കെ വരുമ്പോൾ ഈ വചനം പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കണം. ഈ തേജസ്സിന്റെ വചനം പറഞ്ഞിട്ട്, ഈ നിത്യതയെക്കുറിച്ച് പറഞ്ഞിട്ട്, കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ട്, കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ അവനോട് കൂടെ തേജസ്സിൽ എടുക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കണം. നിങ്ങൾ ഈ കാര്യമൊക്കെ ഒന്ന് പങ്കുവെച്ച് നോക്കിയേ തമ്മിൽ നമ്മുടെ ഭാരങ്ങളും അസ്വസ്ഥകളൊക്കെ മാറിപ്പോയി. ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ പ്രത്യാശയുടെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു നോക്കിക്കോ. പെട്ടെന്ന് നമ്മളെ ചുറ്റിയിരിക്കുന്ന ആ എല്ലാ കെട്ടുകൾ അഴിഞ്ഞു മാറും, നിരാശകൾ മാറിപ്പോകും, ഭയം മാറിപ്പോകും, ഭീതി മാറിപ്പോകും, ഉത്കണ്ഠകൾ മാറിപ്പോകും. കാരണം പ്രത്യാശ എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അത് സംസാരിക്കുമ്പോൾ തന്നെ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി കേട്ടോ വിശ്വസിക്കുന്ന സകല സന്തോഷവും സമാധാനം നിങ്ങളിൽ വർദ്ധിപ്പിക്കും. സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആ സംസാരിക്കുന്ന വ്യക്തിയിലേക്ക് ഈ പ്രത്യാശയുടെ സമൃദ്ധി പകരുമ്പോൾ ആ ഉള്ളിലുള്ള നിരാശയും ദുഃഖവും ഭയവും ഭീതിയും ഒക്കെ മാറിപ്പോകും. ഈ പ്രത്യാശ എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. ഇന്ന് ലോകത്തിൽ പ്രത്യാശ ഇല്ലാത്ത ജനമാണ്. മനസ്സിലായി? ദൈവം നമ്മളിലേക്ക് പറഞ്ഞ പ്രത്യാശ എന്ന് പറയുന്നൊരു നിസ്സാര കാര്യമല്ല പ്രിയമുള്ളവരെ. അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തലത്തിലോട്ട് കയറി വരാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റോമാലേഖനത്തിലേക്ക് പോകണം. റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾ ഇന്ന് 8-ാം അധ്യായം ഒരു 3-4 പ്രാവശ്യം വായിച്ചിട്ടേ കിടക്കാവൂ. ഞാനൊരു 1-2 വാക്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്താം, നമ്മുടെ സമയം തീരാറായല്ലോ. 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. എങ്ങനെയാണ് ഈ പറയുന്ന അനുഭവത്തിൽ ഇതൊക്കെ പൗലോസ് പറഞ്ഞു, നമ്മൾ കർത്താവ് വരും, നമ്മൾ രൂപാന്തരപ്പെടും, നമ്മൾ തേജസ്സിലേക്ക് എടുക്കപ്പെടും, നമ്മൾ കർത്താവിനോടുകൂടി ആയിരിക്കും. ഇതൊക്കെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ, അതിനൊന്നും വള്ളി പുള്ളി മാറ്റം വരത്തില്ല. പക്ഷേ അത് ഇന്ന് എന്നിൽ നിവൃത്തിയാകണമെങ്കിൽ, ഇന്നിപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന പ്രസന്റ് ടൈമിൽ നമ്മൾ വരണമല്ലോ. ഇപ്പോൾ ഇത് കട്ട് ചെയ്തു നമ്മൾ പല സാഹചര്യങ്ങളിലോട്ട് പോകുമ്പോൾ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാണ് ഇത് അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് നോക്കണ്ടേ. അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്. 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചോട്ടെ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ 2 പ്രമാണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, കണ്ടോ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. പിന്നെ പറയാം ഞാൻ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഈ പ്രമാണം നമ്മളെ എന്തിനു വേണ്ടി ഒരുക്കും? നമ്മളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സ്തോത്രം. ഞാൻ മനസ്സിലായോ? നമ്മൾ കുറുവാക്യമായി വായിച്ച വാക്യം എന്തുമായിരുന്നു? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയാണ് അതിനൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം എന്തുവാ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടില്ലേ? ആ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവിക ജീവനിലേക്കും ജീവന്റെ സമൃദ്ധിയിലേക്കും നമ്മളെ നിത്യജീവനിലേക്കും നയിക്കുന്ന അതൊരു പ്രമാണമാണ്. എന്നാൽ ആ പ്രമാണത്തോട് എതിർക്കുന്ന മറ്റൊരു പ്രമാണമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്. അപ്പോൾ അടുത്ത പ്രമാണം എന്താണ്? പാപം, മരണം, മരണത്തിന്റെയും പ്രമാണം. കണ്ടോ? അപ്പൊ 2 പ്രമാണങ്ങൾ എവിടെയുണ്ട്? ലോകത്തുണ്ട്. ആ 2 പ്രമാണങ്ങൾ നമ്മളിലുമുണ്ട്. മനസ്സിലായോ? ലോകത്തുണ്ട്, സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ആ പാപ പ്രമാണങ്ങളുടെ സ്വാധീനങ്ങൾ ഇന്ന് എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. ഒപ്പം തന്നെ ആത്മാവിന്റെ പ്രമാണം നമ്മളിൽ സാധ്യമാക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മളിലുണ്ട്. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചും കൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ കൂടി ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ കൂടി നമ്മളെ നടത്തി നമ്മളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ തേജസ്സിൽ എടുക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നടത്തുകയാണ് ചെയ്തത്. അങ്ങനെ നടക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിന്നും പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എന്ത് ചെയ്യും? നീങ്ങിക്കൊണ്ടേയിരിക്കും.
മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ 8-ാം അധ്യായത്തിൽ മുഴുവൻ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമല്ലോ. ജഡത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ മരിക്കും. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലും നിങ്ങൾ ജീവിക്കും. കണ്ടോ? അപ്പോൾ 2 പ്രമാണങ്ങളെ കുറിച്ച് 8-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കണം. അത് കുറച്ച് പ്രാവശ്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരണം എന്താണ് എന്നിട്ട് നിങ്ങൾ എഴുതണം ഒരു പുസ്തകത്തിൽ. എന്താ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, എന്താണ് മരണത്തിന്റെ പ്രമാണം, എന്നിലുള്ളത് ജീവന്റെ പ്രമാണമാണോ, എന്നിലുള്ളത് മരണത്തിന്റെ പ്രമാണമാണോ, ഈ ജീവന്റെ പ്രമാണം അനുസരിച്ച് ഞാൻ ഇന്ന് നടന്നോ അതോ മരണത്തിന്റെ പ്രമാണത്തിലാണെന്ന്. ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ നടക്കുമല്ലോ. മനസ്സിലായോ? ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ ഒരു വ്യക്തി വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു പ്രമാണം ഈ ലോകത്തുള്ള സകല മനുഷ്യരിലും നിയന്ത്രിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ജനം പ്രാപിച്ച നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് ആത്മാവിന്റെ പ്രമാണത്തിൽ നമ്മളെ നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുക. എന്നാൽ നമ്മുടെ ഉള്ളിൽ രൂപാന്തരപ്പെടാത്ത ദേഹി ഈ ആത്മാവിന്റെ പ്രമാണത്തിൽ പോകാനായിട്ട് തടസ്സം നിൽക്കും. മനസ്സിലായോ? പക്ഷേ നാം തിരിച്ചറിയണം, നമ്മളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടേണ്ടതിനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ജീവന്റെ പ്രമാണത്തിൽ എന്നോട് നടക്കാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി താഴ്മയുള്ളവനാകാനും ക്ഷമിക്കാനും മറക്കാനും കർത്താവിൽ എന്നവണ്ണം ചെയ്യുവാനും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഈ ഒരു ബോധ്യമാണ് നമ്മളെ ആ ഒരു അനുഭവത്തിൽ നടത്തുന്നത്. ഈ ബോധ്യമുള്ളവരായിട്ട് അതിൽ വർദ്ധിച്ചു വരുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ദൈവവചനത്തിന് അനുസരണത്തിൽ കൂടി ആ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോട് കൂടെ ഞങ്ങളും തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ ഒരുക്കിയെടുക്കുന്ന ഇത്ര വലിയ പദ്ധതികൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, അങ്ങയുടെ ആത്മാവിനെ തന്നെ നയിക്കപ്പെടുവാൻ ഞങ്ങളെല്ലാവരും അങ്ങ് സഹായിക്കണം കർത്താവെ. ഞാൻ പങ്കുവച്ച ഓരോ വചനങ്ങളിൽ കേട്ട ഓരോ ഹൃദയങ്ങളിലും പരിവർത്തിച്ചുകൊണ്ടിരിക്കണം കർത്താവെ. ഞാൻ സംസാരിക്കുന്ന എൻ്റെ വചനം അതതിൻ്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ലെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഓരോ വ്യക്തി ഹൃദയങ്ങളിലും ഈ വചനം ജീവനായി തീരുവാൻ 100 മേനി ഫലം പുറപ്പെടുവിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ജയിപ്പാനായി അങ്ങ് പകരുന്ന കൃപയിൽ ആശ്രയിപ്പാൻ ജ്ഞാനമുള്ള ഹൃദയം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവങ്ങൾക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. ദൈവിക കൃപയിൽ എല്ലാവരെയും മറക്കണം. പരിശുദ്ധാത്മാവിനെ എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ കരം കൂടിയിരിക്കണം. ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണം. ഓരോ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. തമ്മിൽ ക്ഷമിക്കാനും മറക്കാനും പൊറുക്കുവാനും ഉള്ളൊരു കൃപ നൽകണം കർത്താവെ. പല മുറിവുകളുണ്ട്, വേദനകളുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെന്നാൽ കർത്താവെ, ഹൃദയത്തിൻ്റെ മുറിവ് കിട്ടുന്ന യേശു കർത്താവിൻ്റെ മേലുള്ള അഭിഷേകത്താൽ മുറിവുകളെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകളെ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ധാരാളമായി കൃപ എല്ലാവരുടെ മേലും പകരണം കർത്താവെ. ഓരോ ഭവനങ്ങൾ അങ്ങനെ സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ എല്ലാവരും അങ്ങ് സഹായിക്കണമേ. എല്ലാ നന്മകളാലും എല്ലാവരും നിറയ്ക്കണം കർത്താവെ. ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തോടുള്ള വലിയ ദാഹത്താൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.